പ്രിയമുള്ള കർഷക സുഹൃത്തുക്കളുണ്ട്. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ MLA അഡ്വക്കേറ്റ് പി ഐഷാപൂറ്റി മാഡം, അതുപോലെ തന്നെ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇതിന്റെ അധ്യക്ഷൻ നമ്മുടെ ചന്ദ്ര ടീച്ചർ, അതുപോലെ തന്നെ ഇതിന്റെ സ്വാഗതം പറയുന്നത് നമ്മുടെ വൈസ് പ്രസിഡന്റ് PK ജോൺസൺ അവർ, അതുപോലെ വാർഡ് മെമ്പർ ഗീത കസൂർ, എൽസമ്മ ജോണി, അതുപോലെ അമ്ലി ശിവൻ, മറ്റ് AD, പിന്നെ കൃഷി ഓഫീസർ, മറ്റു ഉദ്യോഗസ്ഥർ, അതുപോലെ തന്നെ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുരളി സാറ്, പിന്നെ മറ്റ് വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ, മേറ്റുമാർ, അതുപോലെ തന്നെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് സഹോദരി സഹോദരന്മാരെ, നല്ലവരെ നാട്ടുകാരെ, പ്രിയമുള്ളവരെ, നമ്മളെ ഇന്ന് കഴിഞ്ഞ 10-20 വർഷക്കാലത്തെ സ്വപ്നം അത് ഇന്ന് പൂർണ്ണീയാണ്. വളരെ മനോഹരമായ രീതിയിൽ ഇന്ന് കാണാൻ പറ്റുന്ന ഈ അവസരം ഒരുക്കിയത് നിങ്ങൾ എല്ലാവരും കൂടിയാണ്. അതിനകത്ത് ഇവിടെ ജാതിമത ചിന്തകൾക്ക് അതീതമായി, രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും നല്ല സഹകരണം ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് ഇന്ന് ഈ 40 ഏക്കറോളം സ്ഥലം വളരെ മനോഹരമായ രീതിയിൽ നെൽകൃഷി ചെയ്യാൻ സാധിച്ചത്. അതിൽ വന്ന എല്ലാവരും പ്രത്യേകിച്ച് അഭിനന്ദിക്കുന്നു. ഈ യോഗത്തിന്റെ അധ്യക്ഷനായിട്ട് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടീച്ചറെ ഉത്സവം ആരംഭിക്കുകയാണ്. ബഹുമാന്യരെ, നമുക്ക് അറിയാം നമ്മുടെ കോവിഡ് എന്നൊരു മഹാമാരി നമ്മളെല്ലാം ഇങ്ങനെ കാർന്നുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിന്റെ അനന്തരഫലമായി ഒരു വലിയ ക്ഷാമം നേരിടും എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി നമ്മുടെ ഗവൺമെന്റ് ഭക്ഷ്യസുരക്ഷയ്ക്കായി സുഭിക്ഷ കേരളം എന്നൊരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കി വരികയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് തരിച്ചു കിടന്ന ഭൂമിയെല്ലാം കണ്ടുപിടിച്ച് അവിടെയെല്ലാം നെല്ല്, അതുപോലെയുള്ള മറ്റ് വിളകള്, കിഴങ്ങ് വർഗ്ഗങ്ങൾ ഇതെല്ലാം കൃഷി ചെയ്ത് നമ്മുടെ ആ പട്ടിണി ഇല്ലാതാക്കുന്നതിന് വേണ്ടി മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. ഇത് 20 വർഷമായി തരിശായി കിടന്ന ഈ നിലം ഇത്രയും മനോഹരമാക്കി എടുത്ത ഇതിന്റെ എല്ലാവരോടും എനിക്കുള്ള അഭിനന്ദനം, അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും അഭിനന്ദനം അറിയിക്കുന്നു. കൂടുതൽ സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ബ്ലോക്കിന്റെ ബഹുമാനായ വൈസ് പ്രസിഡന്റ് PK ജോൺസൺ സാർ അവരെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, ഒരുപാട് പ്രസംഗിക്കാനോ സ്വാഗതം പറയാനോ അല്ല ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഈ താലൂക്കിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഒറ്റ ഏലയിൽ നിന്ന് നെൽകൃഷി ഉണ്ടാകുന്നത് കടാട്ടേലയിലാണ്. എല്ലായിടത്തും പലയിടത്തും കൃഷി നടന്നിട്ടുണ്ട്. 5 ഏക്കറോ 10 ഏക്കറോ ഒക്കെ ആയിരിക്കാം. പക്ഷെ 40 ഏക്കറിൽ ഇത്ര മനോഹരമായ കൃഷി ഈ താലൂക്കിൽ ആദ്യമായിട്ടാണ് കുറേയേറെ വർഷങ്ങൾക്ക് ശേഷം. പ്രത്യേകിച്ച് ഈ പ്രദേശത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ഇത് സഹകരിക്കും. എനിക്ക് തോന്നുന്നു കടാട്ടേലയിലെ നെല്ലുകൊണ്ട് മാത്രം നമുക്ക് കുറച്ച് മാസങ്ങൾ ഉമ്മന്നൂർ പഞ്ചായത്തിലെ മുഴുവൻ ആളുകളെയും ഊട്ടാൻ കഴിയും എന്നുള്ള വിശ്വാസമാണ് നമുക്കുള്ളത്. കേരള സംസ്ഥാന ഗവൺമെൻറ് സുഭിക്ഷ കേരളം പദ്ധതി പ്രകാരം ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഈ പ്രോജക്റ്റാണ്. ഈ പ്രോജക്റ്റിൽ പങ്കെടുത്തിട്ടുള്ള ബഹുമാനിയായ അധ്യക്ഷ ചന്ദ്രകുമാരി ടീച്ചർ, നമ്മുടെ പ്രിയപ്പെട്ട MLA നമ്മുടെ P ഐഷാപൂറ്റി അവർ, ഒപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ബഹുമാനിയനായ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുൻ വൈസ് പ്രസിഡന്റ് സുൽറ്റി ഡാനിയൽ, ഇവിടെ പങ്കെടുത്തിട്ടുള്ള അമ്പിളി ശിവൻ, അതേപോലെ തന്നെ എൽസമ്മ ജോണി, അസിസ്റ്റന്റ് ഡയറക്ടർ അഗ്രികൾച്ചർ നമ്മുടെ അജിത് സാറ്, അഗ്രികൾച്ചർ ഓഫീസർ, ഒപ്പം ഇവിടെ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ ആളുകളെയും സ്വാഗതം പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഈ കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്യുന്നതിനായി നമ്മുടെ പ്രിയങ്കരിയായ MLA അഡ്വക്കേറ്റ് പി ഐഷാപൂറ്റി അവരെ ബഹുമാനപൂർവ്വം, പ്രിയപ്പെട്ട ടീച്ചർ, പ്രിയപ്പെട്ട വൈസ് പ്രസിഡന്റ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, പിന്നെ മെമ്പർമാർ, പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളെ, പ്രിയമുള്ള മാധ്യമ സുഹൃത്തുക്കളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ തൊഴിലുറപ്പിലും കുടുംബശ്രീയിലും ഒക്കെ എത്തിയിട്ടുള്ള ഏറ്റവും പ്രിയപ്പെട്ടവരെ, എനിക്ക് ഇത്ര സൗണ്ടേ ഉള്ളൂ. വളരെ സന്തോഷകരമായിട്ടുള്ള ആവേശം വരുന്ന ഒരു കാര്യമാണ് ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്നത്. നമ്മളെല്ലാവരും കൂടി ചേർന്ന്, അതിലുപരി നിങ്ങളെല്ലാവരും കൂടി ചേർന്നാണ് സുഭിക്ഷ കേരളം പദ്ധതിയിൽ കൃത്യമായ ഇടപെടൽ നടത്തി ഈ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും തൊഴിലുറപ്പ് പദ്ധതിയൊക്കെ സമന്വയിപ്പിച്ചുകൊണ്ട് കൃഷി വകുപ്പും ചേർന്ന് എല്ലാവരുടെയും സഹകരണത്തോടെ സമാനതകളില്ലാത്ത ഒരു മാറ്റമാണ് ഈ കടാട്ടേലയിൽ ഉണ്ടായിട്ടുള്ളത്. ഞാൻ എത്രയോ നാളുകൊണ്ട് കേൾക്കുന്നതാണ് കടാട്ടേല നമുക്ക് ശരിയാക്കണം എന്നുള്ള ഇവരുടെ എല്ലാം ഉള്ള വർത്തമാനം. എന്തായാലും വലിയ പരിശ്രമം എല്ലാവരും കൂടി ചേർന്ന് നടത്തിയിട്ടാണ് ഈ കൃഷി ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. നമുക്ക് നാളെ കാലത്ത് സ്വയം പര്യാപ്തതയിലേക്ക് പോകാൻ വേണ്ടി ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി ചേർന്ന ഈ പരിപാടി വൻ വിജയമാക്കി തീർത്ത എല്ലാവരെയും അഭിനന്ദിക്കുന്നു. അതോടൊപ്പം ഇന്ന് ഈ കൊയ്ത്തുത്സവത്തിന് എത്തിയിട്ടുള്ള മുഴുവൻ പേരെയും നിറഞ്ഞ മനസ്സോടെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ ഇത് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. കതിര് 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 കൊണ്ടുവായോ, കറ്റ കെട്ടി കൊയ്തു കൂട്ടിവായോ. കതിര് 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 കൊണ്ടുവായോ, കറ്റ കെട്ടി കൊയ്തു കൂട്ടിവായോ.
പെണ്ണാളെ താമര കണ്ണാളെ വന്നാട്ടെ പൊന്നാരിൻ പാടത്ത് വായോ കതിര് 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 കൊണ്ടുവായോ കറ്റ കെട്ടി കൊയ്ത് കൂട്ടി വായോ വല്ലം നിറ ഏറ്റവും വലിയ ഏലയായ നെല്ലിക്കുന്നം കടാട്ടേല ഇന്ന് കതിരണിഞ്ഞ് നിൽക്കുന്ന ഒരു കാഴ്ച കാണാൻ പറ്റിയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ 26 വർഷക്കാലം കൊണ്ട് തരിശാട്ടിടുന്ന ഈ ഭൂമി കൃഷിയോഗ്യമാക്കി മാറ്റുന്നതിന് വേണ്ടി മൈനർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെയും KEPയിലെയും കൃഷി ഉദ്യോഗസ്ഥരുടെയും കൂട്ടായ ശ്രമത്തിൽ കൂടെയും അതിലുപരി പഞ്ചായത്തിൻ്റെ ബ്ലോക്ക് പഞ്ചായത്ത് ത്രിതല ഗ്രാമപഞ്ചായത്ത് സംവിധാനത്തിൽ കൂടെ ഇത് കൃഷിയോഗ്യമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള കഠിനമായ പ്രയത്നം അത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ അംഗങ്ങളോട് ചേർന്ന് നമ്മൾ 2-3 ഏജൻസി എന്ന് പറയുമ്പോൾ നമ്മുടെ JLG ഗ്രൂപ്പ് പോലെ രൂപീകരിച്ച് ഹരിത എന്ന് പറയുന്ന JLG ഗ്രൂപ്പും അതിൽ ശ്രീഭദ്ര എന്ന് പറയുന്ന ഒരു JLG ഗ്രൂപ്പും വേറെ ഒരു വ്യക്തി ഇൻഡിവിജ്വലായിട്ട് ഒരു വ്യക്തിയും കൂടെ ചേർന്ന് ഇന്ന് ഏകദേശം 40 ഏക്കർ സ്ഥലം നെൽകൃഷി ചെയ്തിരിക്കുകയാണ്. 10 ഏക്കറോളം സ്ഥലം വാഴകൃഷിക്കും ബാക്കിയുള്ളത് ചീനി കൃഷിയും ചെയ്ത് സുവിശേഷണം പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത് മാക്സിമം അവർക്ക് വേണ്ടുന്ന എല്ലാ സപ്പോർട്ട് കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കൊടുത്ത് ആണ് ഇന്ന് ഈ കൃഷി ഈ രീതിയിലാക്കിയിരിക്കുന്നത്. അത് ഇന്ന് ഈ കൊയ്ത്തുത്സവം നടക്കുമ്പോൾ തന്നെ നമുക്കറിയാം ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ അംഗങ്ങൾ വളരെ സജീവമായി നെടുമങ്കാവ് വാർഡ്, പ്ലാപ്പള്ളി വാർഡ്, പെണ്ടുപിൾ വാർഡ് കേന്ദ്രീകരിച്ച് അവിടുത്തെ തൊഴിലുറപ്പിലെ സഹോദരന്മാർ എല്ലാവരോടും ചേർന്ന് വളരെ ആഘോഷപൂർവ്വം ഇത് ഉദ്ഘാടനം ചെയ്യപ്പെടാൻ സാധിച്ചു. നമ്മുടെ കൃഷി കേരളം പദ്ധതിയുടെ ഭാഗമായിട്ട് ത്രിതല ഗ്രാമപഞ്ചായത്ത് സംവിധാനത്തിൽ കൂടിയും കൃഷി ഡിപ്പാർട്ട്മെൻറ്റും വളരെ കാര്യക്ഷമമായി ഇടപെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കർഷകർക്ക് ഒരു 3 കൃഷി എഗ്രിമെൻറ്റ് അടുത്ത ഒരു 3 വർഷക്കാലത്തേക്ക് ഈ ഏജൻസി ഇത് കൃഷി ചെയ്യുമ്പോൾ അത് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയും കൃഷി ഓഫീസറും അതുപോലെ തന്നെ ഈ ഇതിൻ്റെ നില ഉടമയും കൂടെ ചേർന്ന് ഒരു 3 കൃഷി എഗ്രിമെൻറ്റ് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ആ എഗ്രിമെൻറ്റ് പ്രകാരം അടുത്ത 3 വർഷക്കാലത്തേക്ക് കൃഷി ചെയ്യാനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം ഈ JLG ഗ്രൂപ്പിന് ആണ്. അതിനുശേഷം ഉടമകൾക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഇത് അളന്ന് തിട്ടപ്പെടുത്തുവാൻ ഇത് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഏലയിലെ ഉടമകൾക്ക് പോലും ഈ നിലം എവിടെയാണ് എന്ന് അറിയാൻ പറ്റുന്നൊരു സാഹചര്യമല്ലായിരുന്നു. എന്നുവെച്ചാൽ വളരെ വർഷങ്ങളായി കാടുമൂടി കിടന്ന ഇടയന്തുക്കൾ കയറി കിടന്ന ഈ പ്രദേശത്തെ നമ്മൾ സർവേ ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ വില്ലേജ് ഓഫീസറുടെ ഒരു നല്ലൊരു ടീം കഴിഞ്ഞ ഒരു മാസക്കാലം കൊണ്ട് പിന്നെ ഇത് സർവേ ചെയ്യുന്നതിന് വേണ്ടിയുള്ള കഠിനമായ പ്രയത്നം ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഓരോ ഭൂ ഉടമയുടെയും അതിരുകൾ നിശ്ചയിച്ചു കൊടുക്കാൻ സാധിച്ചു. അതിനുശേഷം ഇത് കരമടച്ച് കിട്ടുന്നതിന് വേണ്ടിയുള്ള ശ്രമം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി. അങ്ങനെ ഇത് നമുക്ക് പൂർണ്ണമായിട്ടും കരമടച്ച് കിട്ടുവാനും അത് സബ്സിഡി ഇനത്തിൽ ആ ഉടമകൾക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്ന 1 ഹെക്ടർ സ്ഥലത്തിന് നമുക്ക് സുവിശേഷണം പദ്ധതിയിൽ കൂടെ 5000 രൂപയും അല്ലാതെ കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് 2000 കൂടെ ചേർന്ന് 7000 രൂപ 1 ഹെക്ടർ സ്ഥലത്തിന് ഇന്ന് ഉടമയ്ക്ക് നമുക്കിതിന് സബ്സിഡി കൊടുക്കാൻ സാധിക്കും. അതിന് ബാലൻസ് ഉള്ള എമൗണ്ട് ഈ എഗ്രിമെൻറ്റ് വെക്കുന്ന വ്യക്തിക്ക് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നു. അങ്ങനെ ഇത് വളരെ സമ്പൂർണ്ണമായ രീതിയിലേക്ക് ഇത് കൊണ്ടുപോകാൻ നമുക്ക് ഈ രീതിയിൽ കൂടെയാണ് നമുക്ക് സാധിച്ചത്. ഇത് നമ്മുടെ എല്ലാ ഇവിടുത്തെ കർഷക സുഹൃത്തുക്കളുടെയും നാട്ടുകാരുടെയും ഈ പ്രദേശത്തിൻ്റെയും ഒരു വലിയൊരു ഉത്സവമായി മാറ്റുവാൻ ഈ ദീർഘവർഷങ്ങൾ അതായത് 10-20 വർഷങ്ങൾക്ക് മുകളിലായിട്ട് എത്രയോ നാളായിട്ടുള്ള ജനങ്ങളുടെ വലിയൊരു കാര്യമായിരുന്നു ഈ തരിശ് കിടന്ന വലിയ ഏക്കർ കണക്കിനുള്ള കടാട്ടേലായത് കൃഷി ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാകണമെന്ന്. പലയിടത്തും ഇപ്പോൾ കൃഷി നഷ്ടമായിട്ട് ആൾക്കാർ കൃഷി ചെയ്യാതെ വരമ്പ് ഏതാണെന്ന് അറിയാതെ ഇരിക്കുന്ന അവസരമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ സന്തോഷം തോന്നുകയാണ്. 100 ഏക്കറോളമുള്ള സ്ഥലം ഈ കടാട്ടേല കാട്ടുചേമ്പ് കിളിച്ച് കിടന്നിരുന്നതാണ്. അതാണിപ്പോൾ സുഭിക്ഷ കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്ത്, കൃഷി വകുപ്പ്, ബ്ലോക്ക് പഞ്ചായത്ത്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഗവൺമെൻറ്റിൻ്റെ നമ്മുടെ എല്ലാം ആകെ കൃഷിക്കാർ എല്ലാം ചേർത്തുകൊണ്ടുള്ളൊരു കൂട്ടായ്മയിലൂടെ സുഭിക്ഷ കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ കൃഷി ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. അത് നടാൻ വന്നപ്പോഴും ഞാറ് നടാൻ വന്നപ്പോഴും ഇത്രയേറെ അങ്ങോട്ടൊരു മാറ്റം ഉണ്ടാവുമെന്ന് നമുക്കൊരു പ്രതീക്ഷ പിന്നെ തോന്നിയിരുന്നു. പക്ഷേ ഇപ്പം നല്ലപോലെ വിളഞ്ഞ് കതിരി വന്ന് പഴുത്ത് അത് കൊയ്തെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം ചെറുതല്ല. നമ്മൾ സ്വയം പര്യാപ്തതയിലേക്ക് നീങ്ങുകയാണ്. ഇത് ജനങ്ങൾക്കാകെ വേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ കേരളം ഈ കോവിഡിൻ്റെ മഹാമാരി കാലത്ത് നാളെ സമയത്ത് ക്ഷാമമുണ്ടാകുമെന്നുള്ള ദീർഘവീക്ഷണം കണ്ടുകൊണ്ട് തന്നെ അത് ഉണ്ടാകാതിരിക്കാനുള്ള ശക്തമായ ഇടപെടലും തീരുമാനങ്ങളും എടുത്തതിൻ്റെ ഭാഗമായിട്ട് അത് ഒരു കൂട്ടായ്മയിലൂടെ ചെയ്ത് പൂർത്തീകരിച്ചതിൻ്റെ ഒരു ഭാഗമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇതിൽ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും കർഷകരും എല്ലാവരും കൈകോർത്തുകൊണ്ടുള്ള ഒരു നല്ല തിളക്കമാർന്ന ഒരു കൂട്ടായ്മയുടെ റിസൾട്ടാണ് ഇവിടെ കാണുന്നത്. ഈ കൂട്ടായ്മ എല്ലായ്പ്പോഴും ഉണ്ടാകണം. എനിക്കാണെങ്കിൽ വളരെ ഇഷ്ടമാണ് ഈ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരെ. അവരൊക്കെ എല്ലാ സ്ഥലത്തും ഏത് തലത്തിലുള്ളവരായാലും
ഫീൽഡിലേക്ക് ഇറങ്ങി കർഷകരോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന കാണുമ്പോൾ വലിയ സന്തോഷമാണ്. ഞങ്ങളെല്ലാവരും ഇപ്പോൾ ഇവിടെ ഉണ്ട്. വീഡിയോ അടക്കമുള്ളവർ, ബ്ലോക്ക് പ്രസിഡന്റ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ്, ഭാരവാഹികളെല്ലാവരും ഉണ്ട്. എല്ലാ ആൾക്കാരും ചേർന്ന്, ജനപ്രതിനിധികൾ ചേർന്ന്, ജനങ്ങൾ ചേർന്ന് ഈ കൂട്ടായ്മ ഇതിൻ്റെ റിസൾട്ടാണിത്. ഈ പ്രദേശത്താകെ ഉള്ളവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള നെല്ലുൽപ്പാദിപ്പിക്കാമെന്ന് മാത്രമല്ല, അതോടൊപ്പം പച്ചക്കറികളും വാഴയും മറ്റുള്ള കൃഷികളും ഒക്കെ ചെയ്യുമ്പോൾ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും. ഇത് കൂടുതൽ വ്യാപിപ്പിക്കണം എല്ലാ സ്ഥലത്തേക്കും. ഇപ്പോൾ വലിയ മാറ്റമായിട്ടുണ്ട്. കൃഷി മേഖലയെല്ലാം ഒരുപാട് ഉയരത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അത് ഒരു കൂട്ടായ്മയോടെയുള്ള പ്രവർത്തനത്തിലൂടെ കർഷകരെ സഹായിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുണ്ട്. ഇത് ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റാൻ കഴിയും. അതിൻ്റെ പ്രവർത്തനമാണ് ഈ നടക്കുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ അഭിവാദ്യം ചെയ്യുകയാണ്. ഈ കൂട്ടായ്മ കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഹരിത വിലങ്ങറ, അതായത് JLC ഗ്രൂപ്പ് രൂപീകരിച്ച് അതിൽ പ്രസിഡൻ്റായിട്ട് ഉണ്ണിപ്പിള്ളയും സെക്രട്ടറിയായിട്ട് ഞാനും പിന്നെ 4 കമ്മിറ്റിക്കാരും കൂടിയാണ് ഇത് മൊത്തമായിട്ട് കൃഷി ചെയ്യുന്നത്. എറണാകുളം പഞ്ചായത്തിലെ കർഷക പ്രസിഡന്റ് 26 വർഷമായി പെൻഷനായി. ഈ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട കൃഷി ഓഫീസറും എനിക്ക് കടപ്പാടുള്ള സുനിൽ ഡാനിയലും എന്നെ ഇവിടത്തേക്ക് ക്ഷണിക്കും. 26 കൊല്ലമായിട്ട് കൃഷി ചെയ്യാതെ കിടക്കുന്ന ഈ പാടശേഖരം കൃഷി ചെയ്യണമെന്ന് സുനിൽ ഡാനിയൽ എന്നോട് ആവശ്യപ്പെട്ടു. അതിന് പ്രകാരം ഞാനത് ഏറ്റു. എന്നിട്ട് സുനിൽ ഡാനിയൽ ഏതാണ്ടൊരു 10 വർഷം കൊണ്ട് തന്നെ ഈ പാടശേഖരം കൃഷി ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നു എന്ന് എന്നോട് അഭിപ്രായപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തെ മാനിച്ച് യാതൊരു കാരണവശാലും എനിക്ക് ഒഴിയാൻ കഴിയാത്തതുകൊണ്ട് സുനിൽ ഡാനിയലിൻ്റെ അഭിപ്രായപ്രകാരം ഇത് ആരംഭിച്ചു. ഇന്ന് ഈ ഏല ഒരിക്കലും ജനങ്ങൾ വിചാരിച്ചിരുന്നില്ല ഇത്തരം നല്ല രീതിയിൽ കൂടി ഒരു കൃഷി ഉപയുക്തമാക്കാമെന്ന്. അപ്പോൾ അതിലൂടെ തന്നെ കൃഷി ഉപയുക്തമാക്കിയപ്പോൾ തന്നെ ഇപ്പം പിന്നെ പക്ഷികളുടെയും അതോടൊപ്പം തന്നെ മറ്റ് കാര്യങ്ങളിലേക്കും അത് ഇന്ന് ഇവിടുന്ന് മാറിക്കൊണ്ടിരിക്കുന്ന പക്ഷികളും ഒക്കെ തന്നെ ഈ നെൽകൃഷി വന്നതോടുകൂടി തന്നെ ഇന്ന് കടന്നു വരികയും ഇത് വളരെ ഈ നാട്ടുകാർക്കും ഈ തൊഴിലാളികൾക്കും ഈ പഞ്ചായത്തിലെയും ത്രിതല പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥന്മാർക്കും ജനപ്രതിനിധികൾക്കും അതോടൊപ്പം തന്നെ തൊഴിലാളികൾക്കും മേറ്റുമാർക്കും എല്ലാവർക്കും ഒരു ആവേശഭരിതമാണ്. വരുന്ന തലമുറയിലും ഇപ്പം ഇമാതിരി ഉള്ള പ്രവർത്തനങ്ങൾ ഈ 3 വർഷവും ഏജൻസികൾ 3 മേഖലയായിട്ട് തിരിഞ്ഞു 3 ഏജൻസികൾ ഏറ്റെടുത്തതോടുകൂടി ഇപ്പം തുടർന്ന് അതിന് ശേഷവും തുടർന്നും മുടക്കം വരാതെ തന്നെ ഏറ്റെടുത്ത് നടത്തുന്നത് നെല്ലിക്കുന്നം കടട്ടേല എന്ന് പറഞ്ഞ ഈ പഞ്ചായത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും നല്ല ഒരു ഏലയാണ് ഇത്. ഇപ്പം ഇങ്ങനെ കൃഷി ആരംഭിച്ചതോടുകൂടി തന്നെ ജനങ്ങൾക്ക് വളരെ സന്തോഷവും ഒരു മനസ്സിൻ്റെ ആനന്ദവുമാണ് ഇതിലൂടെ കിട്ടിയിരിക്കുന്നത്.